നമസ്കാരം. 89 ബാച്ചിൽ 84 ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ എൻ്റെ പേര് ബിജോ. ഞാനിപ്പോൾ ഇവിടെ അധ്യാപകനാണ്, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ കൂടെ ലാൽ എം തോമസ് ഉണ്ട്. ലാൽ ഇവിടെ 1985 10ാം ക്ലാസ്സിൽ പാസ്സായി. ഇവിടെ ഇപ്പോൾ ഹൈസ്കൂളിൽ ഹിസ്റ്ററി സോഷ്യൽ സയൻസ് അധ്യാപകനായിട്ട്, ഞാൻ മാത്സ് അധ്യാപകനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഈ രസത്തിനിടയ്ക്ക് ഒരു 2 മിനിറ്റ് ഞങ്ങൾ രണ്ടുപേരും അപഹരിക്കുകയാണ്. ദയവേതൊന്ന് ശ്രദ്ധിക്കുക. നാം ഇന്ന് ഇവിടെ നിൽക്കുന്നത് ആരുടെയൊക്കെയോ എന്തൊക്കെയോ കൃപ കൊണ്ടാണ്. ആദ്യമായി ഞാൻ ഇത് ഓർഗനൈസ് ചെയ്ത എൻ്റെ വായിലും ഓർമ്മയിലും പേര് വന്ന ഒരു 4 പേർക്ക് ഒരു കൺഗ്രാജുലേഷൻ പറയട്ടെ. 1 അനീഷ്യ, 2 സ്വാതി, 3 ബിനു, പിന്നെ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഷീന. എനിക്ക് ഫോണിൽ കൂടെയുള്ള വരുന്നതായിരുന്നു, ഇന്നലെയാണ് കണ്ടത്. അവരെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ അന്തം വിട്ടു. ഇത്രയും കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള അവരുടെ ആ കപ്പാസിറ്റി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം ഇന്നിവിടെ ആയിരിക്കുന്നത് ആരുടെയൊക്കെ എന്തൊക്കെയോ കൃപ കൊണ്ടാണ്. അതിന് ഞാൻ കാണുന്നത് 4 വസ്തുക്കളാണ്. 1, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എത്ര അടി നീളം വേണം, എത്ര വണ്ണം വേണം, എന്തായിരിക്കണം, എത്ര ആയുസ് ഉണ്ടായിരിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഈശ്വരൻ. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈശ്വരനെ ഓരോ നിമിഷവും അതിനുവേണ്ടി നന്ദി പറയും. 2, നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ കൈ വളരുന്നു, കാല് വളരുന്നു, ബുദ്ധി വളരുന്നു, പഠിപ്പിൽ നടക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മളെ ഇത്രയുമൊക്കെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ആ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ നിങ്ങൾക്കുള്ള സകലതും സമ്പത്തും ജീവിതവുമെല്ലാം അവർക്ക് വേണ്ടി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3, നിങ്ങൾക്ക് 4 പേരുടെ മുമ്പിൽ നിവർന്നു നിന്ന് വർത്തമാനം പറയാനും അതുപോലെ തന്നെ നല്ലൊരു ഉദ്യോഗം സമ്പാദിക്കാനായിട്ടും വിദ്യ അഭ്യസിപ്പിച്ച അധ്യാപകർ, അവരെ നിങ്ങൾ ഇന്നിവിടെ ആദരിച്ചിട്ടുണ്ട്. അവരുടെ അനുഗ്രഹവും അവരുടെ സ്ഥാനവും നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിനോടൊപ്പം തന്നെ ഇരിക്കട്ടെ. 4, നിങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ച വിദ്യാലയം, അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ 1 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസം കൂടുതലെന്നല്ല ഞാൻ പറഞ്ഞത്. വിദ്യാലയവുമായിട്ടുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വരുന്നത് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളാണ്. ചുരുക്കം ചെറുപ്പേ കാണുള്ളൂ 2-3 സ്കൂളുകളിൽ ഇതിനിടയ്ക്ക് മാറ്റം വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യ അഭ്യസിച്ച ക്ഷേത്രം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഈ സ്കൂളിനോടുള്ള താല്പര്യം കൊണ്ടാകണം ഇത്രയും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയത്. ഒരു 30 വർഷത്തിന് മുമ്പുള്ള സ്കൂളല്ല ഇന്ന് നിങ്ങൾ കാണുന്നത്. ഭൗതികമായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 70% പേരും വളരെ ബ്രോക്കൺ ഫാമിലിയിൽ നിന്ന് വരുന്നവരുണ്ട്. നമ്മളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ 2 കാലിൽ അവരും നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ചെറിയ സഹായം, നിങ്ങളുടെ ഒരു താങ്ങ്, നിങ്ങളുടെ ഒരു സംരക്ഷണം, അത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾ എന്ന് പറയുന്നത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കോസ്മോസ്, കൺവേർജൻസ് ഓഫ്, നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ കൺവേർജൻസ് ഓഫ് സെൻറ് മേരീസ് ഓൾ ദ സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു സംഘടന ഇവിടെയുണ്ട്. ഈ സംഘടന ഒത്തിരി കാര്യങ്ങളോടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സംഘടനയുടെ ട്രഷററായ ലാലൻ തോമസ് സാർ വിശദീകരിക്കും. അതും ഒരു 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ 2 വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, സ്കൂളിന് വേണ്ടിയും സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാൻ തോന്നിച്ചു എങ്കിൽ അത് എനിക്ക് സന്തോഷമായി. നന്ദി, നമസ്കാരം. ഇത് സൂചിപ്പിച്ചതുപോലെ 1985 ബാച്ചിൽ ഒരു 4 വർഷം മുമ്പ് 25 വർഷം ഇതുപോലെ രജത ജൂബിലി ആഘോഷിച്ച് സന്തോഷിച്ചു പോയ ഒരു ബാച്ചിൻ്റെ പ്രതിനിധിയാണ്. ഏറ്റവും സന്തോഷം ഇപ്പോൾ ഈ സ്കൂളിൽ തന്നെ അധ്യാപകനായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കോസ്മോസിൻ്റെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. 2009 കോസ്മോസ്, കൺവേർജൻസ് ഓഫ് സെൻറ് മേരീസ് സ്കൂൾ സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന ഇവിടെ രൂപം കൊണ്ടത്. അതിൻ്റെ അന്നു മുതലുള്ള പ്രവർത്തനങ്ങൾ, ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ വിപുലമാണ്, വിശാലമാണ്. പക്ഷേ വളരെ ചുരുക്കം ചിലർ മാത്രമേ അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നിങ്ങളുടെ ബാച്ചിൽപ്പെട്ട വിനോദ്, 89 ബാച്ചിൽ വിനോദ് ഇവിടെ ഉണ്ട്. വിനോദിനോട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഒരു 10 പേരെ കൂടി ഒന്ന് സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച്. പക്ഷേ
വിനോദ കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുണ്ട്. ഇപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ടാകാം അതൊന്ന് കൺവേ ചെയ്യാൻ പറ്റിയില്ല. ഈ സമയത്ത് അത് നന്നായി ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. 2009 ആരംഭിച്ചു, മുന്നോട്ട് പോകുന്നു. ലൈഫ് മെമ്പർഷിപ്പിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു. 1000 രൂപയാണ് ഇതിൻ്റെ ലൈഫ് മെമ്പർഷിപ്പ്. ആരെയും കമ്പൽ ചെയ്യുന്നില്ല, ആരെയും ഒരു കാരണവശാലും നിർബന്ധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഈ കൂടി വരവിന് ഒരു കോട്ടം തട്ടാതിരിക്കട്ടെ. രണ്ടാമതായിട്ട് ഓഗസ്റ്റ് മാസം 9-ാം തീയതി തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ തന്നെയാണല്ലോ 1940 മുതൽ ഇവിടെ പഠിച്ചു പോയ എല്ലാ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികൾ മാത്രമല്ല അന്ന് മുതലുള്ള എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ഈ ഒരു ബാച്ചിനെ സംഘടിപ്പിക്കാനുള്ള വിഷമം അതിൻ്റെ സംഘാടകർക്കറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടി അധ്വാനം, മാൻ പവർ ഞങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നു. നിങ്ങൾ ഓഗസ്റ്റ് 8-ാം തീയതി ഇതേപോലെ തന്നെ കുടുംബമായി എത്തിച്ചേരണം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിൻ്റെ സംഘാടകർക്ക് അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ സമീപിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഒരു ഡോക്യുമെൻ്ററി ആരംഭിച്ചിരിക്കുന്നു. 75 വർഷം പൂർത്തിയാക്കുന്നതനുബന്ധിച്ച് ഒരു ഡോക്യുമെൻ്ററി, അറിവിൻ്റെ ഉറവിടം എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ആരംഭിച്ചിരിക്കുന്നു. സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡോക്യുമെൻ്ററി പ്രമോ എന്ന ലിങ്കിൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യാം. 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇന്ന് തന്നെ അതിന് കാണാത്തവർക്ക് അത് കാണാം. സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡോക്യുമെൻ്ററി പ്രമോ എന്ന ലിങ്കിൽ അത് വ്യൂ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെ അതിന് വേണ്ടി വരുന്ന വലിയ ഭീമമായ ഒരു തുക അതിന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നൽകുക. അതിനും ഞങ്ങൾ നിങ്ങളെ കമ്പല് ചെയ്യുന്നില്ല. ധാരാളം പേര് മുന്നോട്ട് വരുന്നു എന്നുള്ളത് സന്തോഷം തരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും സ്കൂളിൻ്റെ ആരംഭത്തിൽ വിജയ സാറോട് സൂചിപ്പിച്ചതുപോലെ ധാരാളം പാവപ്പെട്ട കുട്ടികളിവിടെ പഠിക്കുന്നുണ്ട്. അവർക്ക് നോട്ട്ബുക്സ് ഇവിടെ സൗജന്യമായി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3 വർഷമായിട്ട് യൂണിഫോം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് നൽകാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് ഈ കാർപോർച്ചിൽ തന്നെ ഏറ്റവും അങ്ങ് അറ്റത്ത് കിടക്കുന്ന ഒരു ഓമിനി വാൻ കോസ്മോസിൻ്റെ പേരിൽ തന്നെ വാങ്ങിച്ച സ്കൂൾ നൽകുന്നുണ്ട്. ഇതിൻ്റെ സംഘാടകർ ഇവിടെ വന്ന ദിവസം തന്നെ 4 കുട്ടികളെ അത്യാഹിതവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആ സാറിനെയും ആ വാനിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ അനവധിയായ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന് വേണ്ടി കോസ്മോസ് നിങ്ങളുടെ പേരിൽ തന്നെ ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് കൂടി അറിയുന്നതിന് വേണ്ടി നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. കൂടുതലായി ഒന്നും പറയാനില്ല. ഏതാണ്ട് ഈ കോസ്മോസിൻ്റെ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഈ സ്കൂളിൽ തന്നെ അധ്യാപികയായിരുന്ന സരസ്വതി ടീച്ചറിൻ്റെ മകൻ സുധാകരൻ സാറാണ് കോസ്മോസിൻ്റെ പ്രസിഡന്റ്. കോസ്മോസിൻ്റെ സെക്രട്ടറി ഈ സ്കൂളിൽ LKG മുതൽ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ തന്നെ അധ്യാപികയായിരുന്ന ബസിയാമ്മ ടീച്ചറിൻ്റെ മകൻ ബിജോയാണ് അതിൻ്റെ സെക്രട്ടറി. ഇതിൻ്റെ പേട്രൺ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ, കോ പേട്രൺ ഹെഡ്മിസ്ട്രസ്, അതിൻ്റെ ട്രഷററായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നു. നല്ലൊരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു. ഓഗസ്റ്റ് 9 മീറ്റിങ്ങിന് മറ്റ് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് രാവിലെ മുതലുള്ള ആ സംഗമത്തിൽ പൂർവ്വ അധ്യാപകർ ഇവിടെ വന്നവർ തന്നെ അവരൊക്കെ കുറച്ചുകൂടെ കൂടുതൽ അധ്യാപകർ ഉണ്ടാകും. നേരത്തെ പഠിപ്പിച്ചവരുണ്ട്. അതോടൊപ്പം തന്നെ മുൻ ചീഫ് സെക്രട്ടറി ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് തുടങ്ങി ഇങ്ങോട്ട് താഴെയോട്ടുള്ള എല്ലാവരെയും ഞങ്ങളതിനെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു മഹാവിജയമായി മാറട്ടെ. പട്ടം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നാമം എന്നും ഉന്നതിയിലായിരിക്കട്ടെ. താങ്ക് യു. കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ കാര്യം ഓർക്കുന്നത്. ആദ്യം ഈ ഗെറ്റ് ടുഗദർ എന്നുള്ളൊരു ആശയം വന്നപ്പോൾ ചെറിയ തോതിലുള്ള മീറ്റിംഗ്, എന്നിട്ട് നമ്മൾ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇൻ കോഴ്സ് ഓഫ് ടൈം കോൺട്രിബ്യൂഷൻസ് എന്നുള്ള ഇതിന് കൂടുതൽ പ്രസക്തി വന്നു. സ്കൂളിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ സതീഷ് ചന്ദ്രൻ. ഇങ്ങനെ ഒരു ആശയം നമ്മുടെ കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മളുടെ ഒത്തുചേരൽ ആദ്യമേ ഒരു അഭിപ്രായം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചേർത്താൽ മാത്രം പോരാ. ഈ സ്കൂളിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യണം. അങ്ങനെ തുടങ്ങിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്ന സന്നദ്ധ അറിയിക്കുകയും ചെയ്തു.
ഇതിനിപ്പോൾ ഏതാണ്ട് നല്ലൊരു തുക, എനിക്ക് കൃത്യമായി കണക്ക് ഞാൻ പറയുന്നില്ല, തന്നവരുടെ പേര് ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ നല്ലൊരു തുക നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും നല്ലൊരു തുക തരാമെന്ന് പലരും പ്രോമിസ് ചെയ്തിട്ടുമുണ്ട്. ഈ തുക വെച്ച് 3-4 ഓപ്ഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, സ്കൂളിന് നമ്മൾ ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചിന്ത തുടങ്ങിയത് നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ആദ്യം 1-2 ഒപ്പീനിയനുകൾ. ഒന്ന്, സ്കൂളിലെ ലൈബ്രറി നവീകരിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികൾക്ക് കുടിക്കാനായി ശുദ്ധജലം, പ്യൂരിഫൈഡ് വാട്ടർ പ്രൊവൈഡ് ചെയ്യാനൊരു ഫെസിലിറ്റി ഉണ്ടാക്കുക. അത് രണ്ടുമായിരുന്നു ആദ്യത്തെ സജഷൻ. പിന്നെ വന്നത്, നമ്മൾ അന്ന് പഠിച്ച 360 സുഹൃത്തുക്കളിൽ പലരും നല്ല നിലയിലായി, പലരും ഒരു മീഡിയം നിലയിലായി. ഈ കഷ്ടപ്പെടുന്ന ഒരു കൈത്താങ്ങ് സഹായമുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകാം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി സഹായിച്ച് ഒരു കൈത്താങ്ങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂടെ പഠിച്ചവരെ അറിയാം ഒരു കൈത്താങ്ങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി ഇത് ഓർഗനൈസ് ചെയ്ത സുനീതിനെയോ അനീഷിനെയോ ഷീനെയോ ആരെയെങ്കിലും അറിയിക്കുക. തീർച്ചയായും നമ്മൾ എല്ലാവരും ചേർന്ന് തന്നെ സഹായിക്കും. അതൊരു ഓപ്ഷൻ. അതുമല്ല എങ്കിൽ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്, സഹായം ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. വേറെ ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്, പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു തൊട്ടടുത്ത ക്ലാസ് റൂമിലേക്ക് 36 ഫാൻ വേണം. അതും ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ എത്ര തുക നമുക്ക് റേസ് ചെയ്യാൻ കഴിയുന്നു, എത്രമാത്രം ഫണ്ട് സ്വരൂപിക്കാൻ കഴിയുന്നു, എന്താണ് ഇതിന് പ്രയോറിറ്റി എന്ന് നമ്മുടെ എല്ലാവരുടെയും കൂടി പുതിയൊരു ചർച്ചയിലുള്ള ഒരു തീരുമാനമെടുത്ത് ഒരു നല്ല കാര്യം ഈ സ്കൂളിന് വേണ്ടി 1989 ബാച്ചിലെ കുട്ടികളുടെ പേരിൽ ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. അതിന് ഇത്രയും നാൾ സഹായിച്ച എല്ലാവരോടും നന്ദി. ഇനിയും ചെയ്യാത്തവരും ചെയ്തവരും നിങ്ങളാലാവുന്നത് ചെയ്യുക. നമുക്ക് ഈ സ്കൂളിന് വേണ്ടി നമ്മുടെ പേരിൽ ഒരു നല്ല കാര്യം തീർച്ചയായും ചെയ്യണം. അതെന്നും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ സുഹൃത്തുക്കളോടും ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ഗെയിംസിലോട്ട് കടക്കുകയാണ്. ഡംഷൻസിന്റെ റൂൾസ് ഒക്കെ അറിയാലോ. ലിപ് മൂവ്മെന്റ് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ക്ലൂസ് കൊടുക്കാൻ പാടില്ല. ആക്ഷൻ കൊണ്ട് ക്ലൂസ് കൊടുക്കണം. ഡംഷൻസിന്റെ വോളണ്ടിയേഴ്സിന് വേണം ടീം എ, ടീം ബി. ഇപ്പൊ ടീം എയിൽ നിന്നും ആദ്യം ഒരാൾ വരും. വോളണ്ടിയർ വരും. കുട്ടികൾക്ക് പങ്കെടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഒക്കെ പങ്കെടുക്കാം. വരും. ആൻസർ പറയേണ്ടത് ടീം എ ആണ്. ടീം ബി പറയുകയാണെങ്കിൽ അവർക്ക് പോയിന്റ് പോകും കേട്ടോ. സമ്മാനം ഉണ്ടേ. ആ ബാക്കിൽ നിൽക്കുന്നവര് 2 ടീമിലും അല്ലാതെ നിൽക്കുകയാണ്. അത് പറ്റൂല. 2 വഞ്ചിയിലോ കാലിടാൻ പറ്റൂല. ഒരു സ്ഥലത്ത് ടീം ബിക്ക് ചാൻസ് വരുവാണ്. നിങ്ങളും ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ. അവർ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ചോക്ലേറ്റ്. ലിപ് മൂവ്മെന്റ് പാടില്ല. ഫൗൾ ചെയ്യല്ലേ. ലിപ് മൂവ്മെന്റ് പാടില്ല. ലിപ് മൂവ്മെന്റ് ഇല്ലാതെ ആക്ഷൻ കാണിച്ച് ടീം ഏക്കാരെ ശ്രദ്ധിച്ചിരിക്കും. വീണ്ടും വീണ്ടും ഒരാൾ തന്നെ കൊണ്ടുവന്ന് ബാക്കിയുള്ളവരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടുത്ത ആൻസർ പൊന്മുട്ടയിടുന്ന താറാവ്. അവൻ താറാവിനെ കാണിച്ചു കണ്ടില്ലേ? അവൻ മുട്ടയിട്ടു ഇവിടെ. നിങ്ങളത് കണ്ടില്ല. ഓക്കെ.
കഥ പറയുമ്പോൾ ടീം എ മിണ്ടല്ലേ, ടീം ബിക്ക് ഒരു മിഠായെങ്കിലും കൊടുത്തോട്ടെ. വളരെ മോശം. എല്ലാരും 60 വയസ്സായ പോലെ കുത്തിയിരിക്കണം, നാണക്കേട്. ടീം എ എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയൂ. പക്ഷി അവൻ നല്ല ക്ലൂസ് തരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടാട്ടോ. അടുത്ത് തൂവൽ അവര് പറഞ്ഞു, ഇനി അടുത്ത എന്താണ്? അടുത്ത വാക്ക് പറ. ഒരു ചോക്ലേറ്റ് ആയിരിക്കും. ഇനി വലിയവര് വരൂ, ഇനി വലിയവര് വരൂ. ടീം ബിയിൽ നിന്ന് വരൂ, ടീം ബിയിൽ നിന്നും റീച്ച്. സോറി, ഈ പേരിൽ നിന്ന് വലിയ ഒരാൾ വേണം. അതിന് പബ്ലിക് സ്കൂളിലെ ടീച്ചർ. അതാണ് ഓക്കെ. ടീം എ ഒന്ന് ക്ലൂ മാറ്റി പിടിച്ച രഞ്ജനി. അതിന് വേറെ ക്ലൂ ഒക്കെ കൊടുക്കാം. എന്താ കാണിക്കുന്നേ? ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത ടീം ബി വരൂ. സുരേഷ് ചാടി വാ, ഓടി വാ. ടീം ബി ഒരു വടക്കൻ വീടുകാർക്കാണ് ഇപ്പൊ കണ്ടത്.
ടീം ബിയിൽ നിന്ന് എന്തായാലും വരുന്നേ. വരൂ വരൂ, ഓടി വാ ഓടി വാ. ടീം ബി അതാണ് ഫസ്റ്റ് റോ. അടുത്തത് ടീം മഴ വീണ്ടും മക്കളെ കൊണ്ടുപോകും. കിട്ടി ടീം ബിന്ന് ആൻസേഴ്സ് കുറച്ച് പറയണേ. നാടോടിക്കാറ്റ് correct. ടീം എയിൽ നിന്ന് ആരാ വരുന്നേ? ടീം എ ഓടി വരൂ. ടീം എ യെസ്, പാവം പാവം രാജകുമാരൻ. ആ രാജകുമാരൻ. ടീം ബി മാത്യു, come on sir. Yes, പടയോട്ടം. Yes. കുറേ പേര് പതുങ്ങി നിൽക്കുന്നു. മഞ്ജേഷ് ഓടി വാ മഞ്ജേഷ്. അത് തന്നെ, അങ്ങനെയാണ്. Yes, ചിന്താവിഷ്ടയായ ശ്യാമള. കോശി എവിടെ?